വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോയാണ്. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഓരോരോ പ്ലാൻസും കാണിച്ച് പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐപ്പോമിയ സുന്ദരിയിൽ നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ലൊരു പിങ്ക് കളറാണ് അതിൻ്റെ മുട്ടും അതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഒരു വളരെ കുറച്ച് പേർക്ക് കൊടുക്കാൻ മാത്രം ഉള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്, നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് ഐപ്പോമിയ പ്ലാന്റ്. പിന്നെ 50 രൂപ തൊട്ട് 235 രൂപ വരെ റേഞ്ചുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓരോ പ്ലാന്റ്സും നമ്മൾ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ, ഈ കാണുന്നതാണ് നമ്മളെ പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓരോരോ പ്ലാന്റ്സ് കണ്ടുപോവാം. ഫസ്റ്റത്തെ പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. യെല്ലോ കളറിനാണ് ഫ്ലവർ ഗോൾഡൻ കാസ്കേഡിൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 90 രൂപയാണ്. നല്ല ബുഷായിട്ട് നല്ല കരുത്തോട് കൂടിയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ വരുന്ന ശ്രീലങ്കൻ മുല്ലയാണ്. ശ്രീലങ്കൻ മുല്ല ഈ ഒരു പ്ലാന്റ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ പ്ലാന്റ് നല്ല ഒരു വെളുത്തുള്ളി ക്രീപ്പറാണ്. നല്ല വെളുത്തുള്ളീൻ്റെ മണമാണ് ഈ ഒരു പ്ലാന്റിനും ഫ്ലവറിനും ഉണ്ടാവുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. പിന്നെ വരുന്നത് ലേഡി ഷൂ എന്ന വെറൈറ്റിയാണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ നമുക്ക് ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപയാണ്. പിന്നെ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള 3 കളറിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം ചെറിയ രീതിക്ക് മണമുണ്ട് പൂക്കളിന്. എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റിന് 70 രൂപയാണ്. ഇത് മഞ്ഞ മെലസ്റ്റോമയാണ്. അത്യാവശ്യം നമുക്ക് കുറ്റിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെറിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 95 രൂപയാണ് മഞ്ഞ മെലസ്റ്റോമയ്ക്ക് റേറ്റ്. പിന്നെ വരുന്ന ഓട്ടുമുല്ല അല്ലെങ്കിൽ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന നല്ലൊരു ഓറഞ്ച് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. 60 രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ കൊറിയർ ചെയ്യുക. പിന്നെ വരുന്നൊരു പ്ലാന്റ് ഇപ്പം അധികം വീടുകളിലൊന്നും കാണുന്നില്ല. നമുക്ക് പഴയ വീടുകളിലൊക്കെ ഈ ഒരു പ്ലാന്റ് സുലഭമായിട്ട് കാണാമായിരുന്നു. നന്ദ്യാർവട്ടം എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര്. അപ്പോൾ നന്ദ്യാർവട്ടത്തിന് വരുന്നത് 75 രൂപയാണ്. അസേലിയയുടെ ചെറിയ കവറ് എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആണോ ചോദിച്ചിട്ടുണ്ട്. അസേലിയയുടെ ചെറിയ കവറ് അവൈലബിൾ ആണ്. 80 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ പെട്രിയുടെ വൈറ്റ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. പെട്രിയുടെ വൈറ്റിന് 100 രൂപയാണ് വരുന്നത്. ബ്ലൂ കളറിനാണെങ്കിൽ, അതായത് വയലറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റിനാണെങ്കിൽ 90 രൂപയാണ് റേറ്റ് വരുന്നത്. പെട്രയുടെ ലീഫ് നോക്കിയിട്ട് നമുക്ക് വെറൈറ്റികൾ തമ്മാമിലും എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല ഭംഗിയോട് കൂടിയിട്ട് പൂക്കൾ ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് കൊല കുത്തി ഉണ്ടാകുന്ന ഒരു ടൈപ്പിലുള്ള പ്ലാന്റ് ആണ്. പിന്നെ വരുന്ന ബ്ലീഡിംഗ് ഹാർട്ട് ആണ്. ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. ഇത്രയും ബുഷായിട്ട് നല്ല റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് പാഷൻ ഫ്ലോറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതായത് റെഡ് കളർ ഫ്ലവർ ആണ് ഈ ഒരു പാഷൻ ഫ്ലോറയിൽ ഉള്ളത്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. പിന്നെ വരുന്ന മണിമുല്ല ക്രീപ്പർ ആണ്. നല്ല ഭംഗിയുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ല. 90 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ലൊരു അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് മണിമുല്ലയ്ക്ക്. പിന്നെ വരുന്നത് ഡെയ്സി ആണ്. ഡെയ്സി നമുക്ക് 3 കളറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതേപോലെ ചെറിയ കവറിലായിട്ട് വരുന്നത്. ഫസ്റ്റത്തെ പൂക്കൾ ഉണ്ട് ഇങ്ങനെ തട്ടായിട്ട് വരുന്ന നല്ലൊരു മജന്ത അല്ലെങ്കിൽ ഒരു റോസ് കളറിൽ വരുന്ന പൂക്കളാണ്. പിന്നെ വരുന്ന ഒരു വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ഡെയ്സി ആണ്. വൈറ്റ് കളറിന്റെ നല്ല ലീഫിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ ഒരു ലാവൻഡർ കളറിൽ വരുന്ന ഡെയ്സി ആണ് കേട്ടോ. ഡെയ്സിയുടെ ഒരു പ്ലാന്റിന്റെ റേറ്റ് 85 രൂപയാണ്. അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. പിന്നെ വരുന്ന വാൾ ക്രീപ്പർ ആണ്. നല്ല ഭംഗിയുള്ള വാൾ ക്രീപ്പേഴ്സ് ആണ്. 3 വെറൈറ്റിയാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓരോന്നും നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറുതായിട്ടുള്ള ഈ ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് മഴ സമയത്ത് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വാൾ ക്രീപ്പർ. നന്നായിട്ട് പടർന്ന് അങ്ങ് പോയിക്കോളും. നിലത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 2-3 ചോട് വാങ്ങി വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങി വെക്കാം. 2-3 ചെടിയൊക്കെ വാങ്ങി വെക്കുമ്പോഴാണ് പെട്ടെന്ന് വാൾ ക്രീപ്പർ ചുമരിലോട്ടൊക്കെ ബുഷായിട്ട് കയറാൻ സാധ്യതയുള്ളത് കേട്ടോ. 65 രൂപയാണ് ഒരു വാൾ ക്രീപ്പറിന് റേറ്റ് വരുന്നത്. ഒരു പ്ലാന്റ് തന്നെ നന്നായിട്ട് ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് പടർന്നു നിൽക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ 2-3 വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് പോയിക്കോളും വളർന്നിട്ട്. പിന്നെ വരുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാർഡേനിയ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിലും 3 കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. എസ്റ്റർഡേ ടുഡേ ടുമോറോ പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട പ്ലാന്റ് ആണ്
കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു ചെറിയ സൈസിൽ ഇപ്പോൾ 90 രൂപയ്ക്ക് പ്ലാന്റ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് മിൽക്കി ഡ്രസീന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. 85 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ എസ്റ്റർഡേ ടുഡേ ടുമോറോൻ്റെ വെരിക്കേറ്റഡ് ലീഫ് വരുന്നതാണ്. 140 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇത്രയും നന്നായിട്ട് വലുതായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ടെക്കോമയുടെ വെരിക്കേറ്റഡ് ലീഫ് വരുന്നതാണ്. ഇതിലൊരു വൈറ്റ് പൂവാണ്, അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റോസ് കളറായിരിക്കും പൂവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. ഈ ഒരു പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട്. പിന്നെ വരുന്നത് ബ്ലൂ ഡേയ്സ് അല്ലെങ്കിൽ മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിറയെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കും, നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്. 85 രൂപയാണ് ഈ ഒരു സൈസിൽ ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. നന്നായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് മെലസ്റ്റോമയുടെ വൈറ്റ് കളറാണ്. ഈ ഒരു വൈറ്റ് കളർ ഫ്ലവറാണ് മെലസ്റ്റോമയുടെ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂവാണ്. അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. 90 രൂപയാണ് മെലസ്റ്റോമ വൈറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ക്യാറ്റ്സ് ക്ലോ ക്രീപ്പറാണ്. ക്യാറ്റ്സ് ക്ലോ ക്രീപ്പറിൻ്റെ റേറ്റ് 60 രൂപയാണ്. ഈ ഒരു സൈസിൽ മാത്രമാണ് നമുക്കിപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ലൊരു യെല്ലോ കളറ് ഫ്ലവറാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു 2-3 തൈയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അങ്ങ് ക്രീപ്പ് ചെയ്ത് പോയിക്കോളും. വെക്കുമ്പോൾ നിലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്നറിയപ്പെടുന്ന ഒരു ഓറഞ്ച് കളറിൽ ഫ്ലവറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. മെക്സിക്കൻ ഫ്ലെയിം വൈന് 50 രൂപയാണ്. പിന്നെ അലമണ്ടയുടെ ഒരു റെഡ് കളർ വെറൈറ്റിയാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് ചട്ടിയിലാണ് വന്നിരിക്കുന്നത്. ഒരു 2-3 ബ്രാഞ്ചസ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ഈ ഒരു കളർ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് ഫ്ലവർ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് പൂച്ചവാലൻ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂവാണ്, ഹാങ്ങിങ് പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഇത്രയും ബുഷായി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇത് കണ്ടില്ലേ, ഇതാണ് പൂ വരുന്നത്. പൂച്ചവാലൻ ഹാങ്ങിങ്ങിൻ്റെ നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് മരമായിട്ട് പോകുന്നതല്ല, ഇത് ഹാങ് ചെയ്ത് വെക്കുന്ന പൂച്ചവാലനാണ്. പിന്നെ ആപ്പിൾ ക്രോട്ടൺ ആണ്, ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന്. ഇൻഡോർ ആക്കിയിട്ട് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈനിൽ കണ്ടോ ഇതേപോലത്തെ ഫ്രൂട്ട് ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാ പ്ലാന്റ്സിലും ഇപ്പോൾ ഫ്രൂട്ട് ആവുന്ന ടൈമാണ്. അപ്പോൾ ഫ്രൂട്ട് ആയിട്ടുണ്ട്. യെല്ലോ കളർ ഫ്ലവറാണ് ഈ ഒരു ലെമൺ വൈനിന് ഉണ്ടാവുക. കണ്ടോ 3-4 കായകളൊക്കെ ഒരു പ്ലാന്റിൽ തന്നെ ആയിട്ടുണ്ട്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. നന്നായിട്ട് ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ഫ്രൂട്ടും അതുപോലെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത്. നന്നായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ടും ഫ്ലവറും കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് കക്കട മുല്ല അല്ലെങ്കിൽ പിങ്ക് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു മുല്ലയാണ്. നല്ല ഭംഗിയുള്ള ഒരു മുല്ലയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മൊട്ട് വരുന്നത് പിങ്ക് കളറിലാണ് മൊട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് മുല്ല എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 70 രൂപയാണ് വരുന്നത്. നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. നമുക്ക് ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ഐപ്പോമിയ ക്രീപ്പർ ആണ്. ഐപ്പോമിയ ക്രീപ്പർ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാ നമുക്ക് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐപ്പോമിയ ക്രീപ്പർ ആണ്. നല്ല പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഇതിൻ്റെ മൊട്ടും ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ ഒരു ചട്ടിക്ക് വരുന്നത് 235 രൂപയാണ് ഈ ഒരു ചട്ടിക്ക് റേറ്റ് വരുന്നത്. ഐപ്പോമിയ പ്ലാന്റ് ഒരുപാട് റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഇതിന് മുന്നേയും സെയിൽ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് അവൈലബിൾ ആയ സമയത്ത് ഇതിലും കൂടിയ ഒരു റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്തത്. ഇപ്പോൾ നമുക്ക് അതിലും കുറച്ച് നമുക്ക് റെഡി ആയതുകൊണ്ടാണ് ഈ ഒരു 235 രൂപയ്ക്ക് ഐപ്പോമിയ പ്ലാന്റ് സെയിലിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് എഴുതിയിട്ടോ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് ഓരോ പ്ലാൻസും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അയക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം എന്തായാലും വരും. നമ്മളെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഇനാബിൾ ചെയ്യുക. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ചാനലിൽ സെയിൽ വീഡിയോ മാത്രമാണ്, പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ മാത്രമാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്